അയ്യോ എനിക്ക് സങ്കടം. എനിക്കൊന്ന് കുറച്ചേരം പോയി കരങ്ങിട്ട് വന്നോട്ടെ. എന്റെ ജീവിതത്തില് വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റ് തന്നെയായിരുന്നു എന്റെ ആദി. ഇന്നിപ്പോ അവന് 18ാമത്തെ വയസ്സ് തികയാണ്. കുഞ്ഞുനാളിലൊന്നും അങ്ങനെ ഒരുപാട് ബർത്ത്ഡേ ഒന്നും ഞങ്ങൾ ആഘോഷിച്ചിട്ടില്ല. അതിനൊന്നും പറ്റിയൊരു സാഹചര്യങ്ങളായിരുന്നില്ല പലപ്പോഴും ഉണ്ടായിരുന്നത്. വളരെ ചെറിയ കുട്ടിയൊക്കെ ആവുമ്പോ ആഘോഷിച്ചായിരുന്നു കേട്ടോ. അപ്പൊ ഇത്തവണ 18ാമത്തെ വയസ്സാണല്ലോ. അപ്പൊ നമ്മളത് ചെറുവട്ടത്തിലൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. അച്ചൂസിന്റെ വക ഏട്ടന് കുഞ്ഞി 2-3 കാറൊക്കെ മേടിച്ചു കൊടുത്തു. അച്ഛയുടെ വക കേക്ക്, അമ്മയുടെ വകത ഈ ഒരു മുണ്ടും ഷർട്ടും. 18 വയസ്സിലാണ് ഞാൻ അതിനെ പ്രസവിച്ചത്. എന്തോ ഇല്ല കുന്തം ഇല്ലാത്തൊരു പ്രായമാണ്. എന്റെ കുട്ടീനെ ഞാൻ എങ്ങനെ വളർത്തി വലുതാക്കി എടുത്ത് വെച്ചാ ഇപ്പൊക്ക് പേടിയാവാതെ ഓർക്കുമ്പോഴത്തേക്കും ഈ ഒരു കുഞ്ഞു ആവേനെ ആ ഒരു ഏജിൽ നമുക്ക് ഒട്ടും മെച്യൂരിറ്റി ഇല്ലല്ലോ. ആ ഒരു ഏജിലൊന്നും എങ്ങനെയൊക്കെയോ എന്റെ കുട്ടി വളർന്നു വലുതായി അതുപോലെ മിടുക്കനായിട്ടുണ്ട് കേട്ടോ. എന്റെ ലൈഫിൽ എന്ത് വന്നാലും അതിപ്പോ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ വേറെ എന്തോ ആയിക്കോട്ടെ അമ്മ അത് പ്രശ്നമാക്കല്ല അമ്മ എന്നും പറഞ്ഞ് തോളി പിടിക്കുന്ന കൂട്ടുകാരെ പോലെയുള്ള 2 കുട്ടികളാണ് സർവേശ്വരനെ എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ 2 പൊന്നു മക്കളെ തന്നേന് ഭഗവാനോട് തീരാത്ത നന്ദിയും കടപ്പാടും പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചും ഇവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇതാ അവന് ചിറ്റയുടെ വക വേറൊരു സർപ്രൈസ്. ചിറ്റയുടെ വക ഒരു കേക്കും ഒരു ഷൂസും ഉണ്ട്. അതുപോലെ അവന്റെ അനിയത്തിയുടെ വക സ്പ്രേ ബോട്ടില്, അമ്മമ്മയുടെ വക ഒരു വാച്ച്. ഇനി ബർത്ത്ഡേ ഇല്ലാത്ത ഒരാൾ ഗിഫ്റ്റ് കൊടുന്നേ. നേരി കണ്ട കീരിയും പാമ്പുമാണ്. പക്ഷെ അച്ചൂന് ഇനിയിപ്പോ ഒരു ഗിഫ്റ്റും ഇല്ലാണ്ട് സങ്കടമാവണ്ടെന്ന് ഓർത്തിട്ട് അവൾ അച്ചൂസിന്റെ ഒരു ചപ്പലൊക്കെ ആയിട്ടാ വന്നിട്ടില്ല കേട്ടോ. സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി എല്ലാ ഐശ്വര്യങ്ങളും അവനെല്ലാം എപ്പോഴും ഉണ്ടാവാൻ ഞാൻ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു.